بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ മദീനത്തുൽ മഅരിഫ മർക്കസ് നോളേജ് സിറ്റി നാം ആരംഭിച്ചത് മർക്കസ് സഖാഫത്തി സുന്നിയുടെ വിപുലീകരണത്തിന് വേണ്ടിയാണ്. അഥവാ മർക്കസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മത ഭൗതിക സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ മർക്കസിൽ മാത്രം പോരാ, വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതി അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി വിപുലീകരണത്തിന് വേണ്ടിയാണ് നാം ഇവിടെ 100ഓളം ഏക്കർ സ്ഥലം വാങ്ങിയത്. എല്ലാം നിയമപരമായി വളരെ കൃത്യമായി നാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായി ഈ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചത്. യുനാനി മെഡിക്കൽ കോളേജിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവരെ പഠിപ്പിക്കാനുമുള്ള കോളേജ് ആണ് ഈ കെട്ടിടം. ചികിത്സിക്കാനുള്ള ആശുപത്രി കെട്ടിടം വേറെ നിർമ്മിക്കേണ്ടതുണ്ട്, അത് തുടങ്ങിയിട്ടില്ല. ലോ കോളേജിൻ്റെ കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ചില ശത്രുക്കൾ ഒരു സ്റ്റേയുമായി വന്നത്. സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കടലിൽ തീപിടിച്ചു എന്ന് പറഞ്ഞ് പോയാലും കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുമെന്ന്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് അന്വേഷണ വിധേയമാക്കിയിട്ട് സ്റ്റേ അങ്ങോട്ട് എടുക്കാൻ പാടില്ല, കടൽ തൊഴിലാളികളൊന്നും അങ്ങോട്ട് എടുക്കാൻ പാടില്ല, തീപിടിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് അന്വേഷിച്ചിട്ട് വേണം എടുക്കാൻ എന്ന് പറയുന്ന സ്റ്റേ പോലെ ഈ മർക്കസ് നോളേജ് സിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ആനയും കരടിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ വലിയ മരങ്ങൾ ആണ്. ആ മരങ്ങളൊക്കെ മുറിച്ചിങ്ങനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആനയും കുതിരയും ഒക്കെ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തത് തന്നെ നോളേജ് സിറ്റി തുടങ്ങി പത്രത്തിലൊക്കെ വന്ന് ഒരുപാട് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അപ്പോൾ ആദ്യ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന്. തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, പിന്നെ ഇപ്പോൾ 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഇപ്പോൾ ഇത് ഈ ആനയൊക്കെ ഉള്ളതൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേസ് 100% നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചു. അള്ളാഹു തആല അത് വിജയിപ്പിച്ചു തന്നു. എന്നാൽ നമുക്കൊരു വിജയം കിട്ടിയാൽ അതിൻ്റെ പേരിൽ കിബ്ർ നടിക്കാനോ ആഹ്ലാദിക്കാനോ പാടില്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വല്ല ഫത്ഹും ഉണ്ടായാൽ, നിങ്ങളുടെ ദീനിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കും ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. എന്നല്ലാതെ യാതൊരു കിബറും ഒരണുമണി പോലും നമ്മുടെ പ്രവർത്തകന്മാരുടെയോ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയൊക്കെ ഈ എഴുത്തിൻ്റെ യുദ്ധം നടക്കുകയാണ്. അതിലും അനാവശ്യമായി
ആരും എഴുതരുത് എന്ന് ഞാൻ ഇവിടെ ഉള്ളവരോടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത്, പെട്ടെന്ന് ഒരുമിച്ച് കൂടിയത്. പിന്നെ മലപ്പുറത്തുനിന്ന് സലാത്ത് നഗർന്ന് ഞാൻ പ്രസംഗിച്ചത് പലരും കേട്ടിട്ടുള്ളതാണ്. അതിലെങ്ങനെ ഒരു ശൈത്താൻ പോയിട്ടുണ്ടാവും, വേറെ ആരും പോയിട്ടില്ല എന്ന്. ആ നിലക്ക് വല്ല ശൈത്താനും ഇവിടെ ഈ കമ്പൗണ്ടിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകണം. അല്ലാഹു തആല അങ്ങനെയുള്ള മുഴുവൻ ശൈത്താനുകളെയും ആട്ടി ഓടിക്കുമാറാകട്ടെ എന്ന ഉദ്ദേശത്തിൽ ശൈത്താൻ ആട്ടി ഓടാനും നമുക്ക് അല്ലാഹു തആല ചെയ്ത പ്രവൃത്തിക്ക് നന്ദി ചെയ്യാനും വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ്, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അതാണ് നമുക്കിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.